എന്ത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി ഭഗവാൻ കൃഷ്ണൻ ചെയ്തു കളഞ്ഞത്. അല്ല ആന്റി, ഗൗതമന് ഈ ആദിബുദ്ധി തോന്നണമെങ്കിലേ അത് ദൈവം തന്നെ തോന്നിപ്പിച്ചതായിരിക്കും അല്ലേ? ഞാൻ ഈ കേസിൽ ദൈവത്തിനെ കൂടി പ്രതി ചേർക്കും. അത് വേറൊന്നും കൊണ്ടല്ല, എന്നോട് പോലും പറയാത്ത ആന്റിയുടെ തലയിലെ ആ കുബുദ്ധി ഗൗതം അറിയണമെങ്കിൽ അത് ദൈവം തന്നെ തോന്നിപ്പിച്ചതായിരിക്കും. കള്ളകൃഷ്ണന്റെ ഓരോ കളികളെ. നീ ഒന്നിറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഷെടാ, എന്നോട് എന്തിനാ ദേഷ്യം കാണിക്കുന്നേ? ഞാൻ ആന്റി വല്ലതും ചെയ്താ? സത്യം പറഞ്ഞ ആന്റിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. വിഷുവായിട്ട് ആന്റിക്ക് കിട്ടിയ കൈനീട്ടം ഇങ്ങനായി പോയല്ലോ. നാണം കെട്ടൂന്ന് പറഞ്ഞ ഇതിൽ പരം നാണം കെടാൻ ഇനി ഒന്നുമില്ല. വിഷുഫലമാണ്. ഇനി ഈ വർഷം മുഴുവൻ ഇത് കാണും. എന്തിനിറങ്ങിയാലും ഇനിയൊന്ന് ആലോചിച്ചും കണ്ടൊക്കെ മതി കേട്ടോ ആന്റി. ഭഗവാൻ പോലും എതിരായ സ്ഥിതിക്ക് ഇന്നിനിയിപ്പോ പുതിയ തന്ത്രങ്ങളൊന്നും ഇറക്കാൻ നോക്കാത്തതായിരിക്കും ബുദ്ധി. അവിടെ അടുക്കളയിൽ പച്ചക്കറി അരിയിലും പാചകമൊക്കെ ആയിട്ട് എല്ലാവരും വിഷു ആഘോഷിച്ച് തകർക്കുക. അത് കഴിഞ്ഞ ഇലയിട്ടൊരു സദ്യ. ഞാനേ നോക്ക്, മുഖം രക്ഷിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം. ഒന്നും നടക്കാത്ത പോലെ നൈസായിട്ട് ആന്റി അവരുടെ കൂടെ അങ്ങ് കൂടിക്കും. കൂടെ ഞാനും വരാം. ഇറങ്ങി പോടി വെളിയില്. അയ്യോ ഷെടാ, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചപ്പോ എന്നെ സമ്മതിക്കൂല. ഈ ദേഷ്യം ആന്റി തീർക്കേണ്ടത് എന്നോടല്ല, നിധിയോടും ഗൗതത്തിനോടാ. ചെന്ന് അങ്ങോട്ട് തീർത്തോട്. അയ്യോ, ഇത് ഒരില അധികം ഉണ്ടല്ലോ. ഏയ്, അധികമൊന്നുമില്ല. ഇന്ന് വിഷുസദ്യ കഴിക്കുന്നത് നിർമ്മല അമ്മയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഇരുന്ന. അത് മതി. ആന്റി ഞങ്ങളുടെ കൂടെ ഇരിക്കാൻ. അത് വേണ്ട മോളെ. നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ വിളമ്പി തരാനാണ് എനിക്കിഷ്ടം. അതാണ് എന്റെ സന്തോഷവും. അല്ല, അങ്ങനെ പറയല്ലേ നിർമ്മല അമ്മേ. അങ്ങനെ തന്നെ പറയും. 7 ഇലയുടെ ആവശ്യമുള്ളൂ. നിങ്ങളിരുന്ന് കഴിക്കുമ്പോ വിളമ്പാൻ ഒരാള് വേണ്ടേ? ആ ആളാണ് ഞാൻ. 1 ഇല അങ്ങ് മാറ്റിയേക്കാം. ഇനി എല്ലാവരും ഇരുന്നോ, ഇരിക്കേ. ഗൗതം, ഇപ്പോഴും 1 ഇല ബാക്കിയാ. വസുന്ധര വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും കണ്ണു നനയ്ക്കില്ലെന്ന് വിശ്വസിക്കുന്ന, ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണാണ് ഇവള്.
ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഇവൾക്ക് വേണ്ടി അത്തരെങ്കിലും ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. അത് വിഷമമുണ്ടാക്കിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആന്റി തോറ്റു കാണണമെന്ന് ഞാനോ ഗൗതമോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഈശ്വരമംഗലത്തിന്റെ തലപ്പത്ത് തലയെടുപ്പോടെ തന്നെ വസുന്ധരാന്റെ നിൽക്കണമെന്ന് തന്നെയാ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും ഞങ്ങളോട്. സോറി ആന്റി. അറിയാലോ, വിഷുവാ, ഒരു നല്ല ദിവസമാ. ഇലയിട്ട് എല്ലാവരും സദ്യ കഴിക്കാൻ ഒരുങ്ങി. അമ്മ കൂടെ വരണം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഇന്ന് ഞങ്ങൾക്കൊപ്പം അമ്മ കഴിക്കാൻ വന്നില്ലെങ്കിൽ ഞങ്ങളും കഴിക്കില്ല. അത് മാത്രമല്ല, ഈ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസമായിരിക്കും. മറക്കില്ല ഞാൻ ഒരിക്കലും. ഇരിക്കു വസു. ഇവിടെ വന്നിരുന്ന് എല്ലാവരുടെയും കൂടെ സദ്യ കഴിക്കാൻ ആന്റിക്ക് നാണം ഉണ്ടായിരുന്നോ? മോശമായിപ്പോയി ആന്റി. ആന്റി വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതേ ഇല്ല. മൊത്തം അവസാനിച്ചു. ശരിയാ, എല്ലാം അവസാനിച്ചു. പക്ഷേ ചിലതിന്റെയൊക്കെ തുടക്കം ശിവാനി. ഇത് ഒരു പുതിയ തുടക്കം. നീ നോക്കിക്കോ.